യഥാർത്ഥ രാഷ്ട്രീയക്കാരെ യഥാർത്ഥ പൊതുപ്രവർത്തകരാരാണോ അവരെന്തായാലും ജയിക്കും. എത്ര കാലം LDF വലിച്ചാലും അവന് ശോകത്തൊന്നും ഭരിക്കട്ടെ. നമ്മളെ ജനങ്ങളെ വോട്ട് ചെയ്ത് ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ടൊരാൾ പോയി. അപ്പോൾ അതിനെതിരായിട്ടുള്ള വികാരം ജനങ്ങളുടെ ഇടയിൽ വോട്ടർമാരുടെ ഇടയിൽ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. രണ്ടുപേരും നമുക്ക് വേണ്ടപ്പെട്ട ആൾ, അതുകൊണ്ട് നമ്മൾ ഈ വോട്ടിൽ നിന്ന് മാറി നിൽക്കും. ഷൗക്കത്തിന്റെ പ്രഖ്യാപനം നേരത്തെ തന്നെ UDF നടത്തി, പ്രചാരണം തുടങ്ങി. LDF സ്ഥാനാർത്ഥിനെ ഇന്നാണ് പ്രഖ്യാപിച്ചത്, സ്വരാജാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു മത്സരം നിലമ്പൂരിൽ? നല്ല മത്സരവും കട്ടക്കുള്ള മത്സരമായിരിക്കും. രണ്ട് സ്ഥാനാർത്ഥികളും ശക്തരാണ്. ആയാലും ബാക്കിയുള്ളവരായാലും ശരി, ആരാണ് നന്നായിട്ട് സേവനം സ്വാർത്ഥതയില്ലാതെ സേവനം നടത്താൻ ആഗ്രഹിക്കുന്നത്, യഥാർത്ഥ രാഷ്ട്രീയക്കാരെ യഥാർത്ഥ പൊതുപ്രവർത്തകരാരാണോ അവരെന്തായാലും ജയിക്കും. പുതിയ ആൾക്കാർ പറഞ്ഞാൽ പുതിയ ആൾക്കാർ വരണതാണല്ലോ. അപ്പോൾ ഷൗക്കത്തൊക്കെ വരാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. വാപ്പുട്ടേക്ക് വരാണ്. അപ്പം ഷൗക്കത്ത് ജയിക്കണം എന്നാണ് ആഗ്രഹം. സ്വരാജും മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണല്ലോ. അപ്പൊ ഷൗക്കത്തും സ്വരാജും വരുമ്പോഴേക്കും മത്സരം എങ്ങനെയായിരിക്കും? നല്ല മത്സരമായിരിക്കുമോ? ആർക്കാ ഒരു സാധ്യത? നമ്മൾ ഷൗക്കത്തിനാ പറയണേ. സ്വരാജ് വന്നാലും LDF ഒരു സാധ്യത ഇവിടെ ഇല്ല. ഷൗക്കത്ത് നിൽക്കുമ്പോൾ എങ്ങനെയാ വികസന പ്രവർത്തനങ്ങളൊക്കെ കാണിച്ചായിരിക്കോ UDF പ്രചാരണം? നിലമ്പൂർക്കാനല്ല, മോശം വരൂല. അപ്പൊ സ്വരാജ് നിലമ്പൂരല്ലേ? സ്വരാജ് പോത്തിൽ തന്നെയാണ്, പേരുണ്ട് നിലമ്പൂരുള്ളൂ. അപ്പൊ ഷൗക്കത്തിന് തന്നെ സാധ്യത. ഭൂരിപക്ഷം എത്ര ഉണ്ടായിരിക്കും ഏകദേശം ഒരു സാധ്യത? 10 പ്രതീക്ഷിക്കണേ. ശക്തമായ മത്സരമായിരിക്കും. എന്തായിരിക്കും, ആർക്കായിരിക്കും ഒരു സാധ്യത? ഷൗക്കത്തിനായിരിക്കും. ഇപ്പോൾ LDF അവരുടെ ഏറ്റവും ശക്തനായ സാരഥി എന്ന നിലയിലാണ് സ്വരാജിനെ ഇറക്കിയിരിക്കുന്നത്. എന്നാലും സാധ്യതയില്ല. തള്ളിക്കളയാൻ പറ്റൂല. നിലമ്പൂരാണ്, ആർക്കൊരു ശക്തമായ ഇതില്ലാത്ത മണ്ഡലമാണ്. പിന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും. ഭരണവിരുദ്ധ വികാരം ഉണ്ട് നിലമ്പൂരിൽ. കേരളത്തിലൊട്ടാകെ ഉണ്ടല്ലോ. അൻവറിന്റെ എഫക്ട് എങ്ങനെ ഉണ്ടാവും? അൻവർ എഫക്റ്റ് ആയിട്ട് ഇവിടെ കാര്യമായിട്ടില്ല. കടുത്ത മത്സരം നടക്കുന്നതാണ്. 2000 വോട്ടിന് ഭൂരിപക്ഷമല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അത് ഇപ്രാവശ്യം മൂന്നായി വരുമല്ലോ. കാരണം അൻവർ മത്സരിക്കുന്നുണ്ടെങ്കിലും മത്സരം ഒന്നുകൂടി കടുക്കും. ഭരണവിരുദ്ധ വികാരം ഉണ്ട് മണ്ഡലത്തിൽ എന്നാണ് UDF പറയുന്നത്. ഉണ്ടോ അങ്ങനെ ഒരു വികാരം? അത് ഒരു പാർട്ടിക്കാരെന്തായാലും അങ്ങനെയാണല്ലോ പറയുള്ളൂ. എല്ലാവരും അങ്ങനെ തന്നെ പറയുള്ളൂ. മറ്റവർ ജയിക്കുന്നും പറയും. അത് നമുക്ക് ശേഷം റിപ്പോർട്ട് വരുമ്പോൾ കാണാം. നിലമ്പൂരിലെ സാധ്യത തീർച്ചയായിട്ടും സഖാവ് സ്വരാജ് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗസയിലെ പോരാട്ടം ഉണ്ടല്ലോ, ആ പോരാട്ടം മനുഷ്യരുടെ പോരാട്ടം അതിജീവനമാണെന്ന് പറഞ്ഞ വ്യക്തിയാണ്. അത് മാത്രമല്ല, യുദ്ധക്കൊതി തീരുന്നത് അവനവൻ്റെ വീട്ടിൽ മുറ്റത്ത് മിസൈൽ വന്ന് ഒതുക്കുമ്പോൾ അതവിടെ യുദ്ധക്കൊതി എന്ന് പറഞ്ഞ ആളാണ്. അതുകൊണ്ട് അത്ര നിലപാടുള്ള ആൾക്കാർ നാട്ടിലേക്ക് പറഞ്ഞു. അങ്ങനെ ഒരു നല്ല നേതാവ് വരണം എന്നാണ് ആഗ്രഹം. തീർച്ചയായും വിജയ സാധ്യത ഉറപ്പാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സ്വരാജ് ജയിക്കും. അൻവറും വ്യാപാരി വ്യവസായി STP വേറെ നിൽക്കുന്നുണ്ട്. 3 സ്ഥാനാർത്ഥികൾ നിൽക്കുകയാണെങ്കിൽ സ്വരാജ് ജയിച്ചില്ല. അൻവർ കൂടി മത്സരത്തിന് ഇറങ്ങുകയാണെങ്കിൽ അത് സ്വരാജിന് അനുകൂലമാവും. പിന്നെ STP നിൽക്കുന്നുണ്ടല്ലോ. എല്ലാം കൂടി ആകുമ്പോൾ സ്വരാജിനാണ് സാധ്യത. എത്ര കാലം LDF വലിച്ചാലും അവന് ശോകത്തൊന്നും ഭരിക്കട്ടെ. മുമ്പ് കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിരുന്നല്ലോ കുറേ കാലം. LDF അല്ലേ കുറച്ചു കാലം വലിച്ച, ഇനി കോൺഗ്രസ് ഭരിക്കട്ടെ. ഒരു മാറ്റം വേണമെന്നാണ്. മാറ്റം വേണം. ഇപ്പം പറയല്ല, നമ്മളെ സ്വരാജന് ജയിക്കും. ആരൊന്നും നോക്കാനൊന്നുമില്ല. പൂർണ്ണ ആത്മവിശ്വാസമാണ്. പിന്നെ തീർച്ചയായിട്ടും ജയിക്കും. ആരും സഹായമൊന്നും വേണ്ട, ജയിക്കും. ആര്യാടൻ ഷൗക്കത്തിന് എതിർത്ത് നിൽക്കാൻ അതിനേക്കാളും പോകുന്ന പോരാളി തന്നെയാണ് സ്വരാജ് എന്നാണ്. തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഉണ്ടാവുള്ളൂ. എന്തൊക്കെയായിരിക്കും സ്വരാജിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണങ്ങൾ നിലമ്പൂരിലെ വോട്ടർമാർക്ക്? സ്വരാജിന് നമ്മളെ LDF സർക്കാരിൻ്റെ കൂടുതലുള്ള നേട്ടങ്ങളൊക്കെ തന്നെ. ചിലപ്പോൾ ഇവരൊക്കെ ഒരുപാട് 45 കൊല്ലം ഭരിച്ചില്ലേ. നമ്മൾ നിലമ്പൂർ ഇപ്പോൾ ഇങ്ങനെയല്ല ഈ കോലത്തിൽ കാണുന്നത്. നമ്മളെ സർക്കാർ വന്നതിൻ്റെ ഓട്ടം തീർച്ചയായിട്ടും ജയിക്കും. അത്ര തന്നെ, കൂടുതൽ വികസനം തന്നെ, കൂടുതലൊന്നുമില്ല. ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നാണ് UDF പറയുന്നത് മണ്ഡലത്തിൽ. അങ്ങനെ ഉണ്ടോ? അങ്ങനെ തോന്നണില്ല. അത് ഒരു ഏകദേശ ഭൂരിപക്ഷം ഒന്ന് പ്രവചിക്കാൻ പറ്റുമോ? ഇല്ല, ജയിക്കും. തീർച്ചയായിട്ടും ജയിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അത് നല്ല ടോപ്പ് മത്സരമായിരിക്കും. സ്വരാജിന് വിജയ സാധ്യതയുണ്ട്. സാധ്യതയല്ല, നല്ല വിജയിക്കും എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. കാരണം ഇത് പിന്നെ ഏൽപ്പിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. നമ്മളെ ജനങ്ങളെ വോട്ട് ചെയ്ത് ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ടൊരാൾ പോയി. അപ്പോൾ അതിനെതിരായിട്ടുള്ള വികാരം ജനങ്ങളുടെ ഇടയിൽ വോട്ടർമാരുടെ ഇടയിൽ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ മൊത്തം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്ഥാനാർത്ഥി ആണ് സ്വരാജ്. അത് ജനങ്ങൾ മൊത്തം ചിന്തിക്കുന്നത് അങ്ങനെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സ്വരാജാണ് ജയിക്കാൻ 100% സാധ്യത. ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിലുണ്ട് എന്നാണ് UDF പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഭരണവിരുദ്ധ വികാരം എന്ന് പറയണമെങ്കിൽ പിന്നെ ഇതിൻ്റെ മുൻപ്, അതായത് 10 വർഷം മുൻപ് ഈ നിലമ്പൂർ എന്തായിരുന്നു,
ഇപ്പോൾ ഈ നിലമ്പൂർ എന്താണ് അല്ലെങ്കിൽ കേരളം എന്താണ് എന്നുള്ളതൊക്കെ, കാരണം ഇവിടെ പിന്നെ സ്കൂളാണെങ്കിലും റോഡാണെങ്കിലും മലയോര ഹൈവേ ആണെങ്കിലും ഈ റോഡ് ഇടുങ്ങിയ റോഡായിരുന്നു. അത് വീതി കൂട്ടിയതും കാര്യങ്ങളും ഇടതുപക്ഷ സർക്കാരാണ്. അപ്പോൾ 2000 മുകളിൽ കോടി റുപ്യേൻ്റെ പിന്നെ വികസന പ്രവർത്തനം ഈ 9 വർഷം കൊണ്ട് ഈ നിലമ്പൂർ ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ പാലങ്ങൾ പിന്നെ സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പാലങ്ങളും റോഡുകളൊക്കെ ആയിരുന്നു. അത് നന്നാക്കി വളരെ നല്ല രീതിയിലാണ് ഈ 9 വർഷം കൊണ്ട് ഈ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഗുണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ചെറിയൊരു കമൻറ്റിൽ ഒതുക്കുക. രണ്ടാളും നല്ല സ്ഥാനാർത്ഥികളാണ്, രണ്ടുപേരും നമുക്ക് വേണ്ടപ്പെട്ട ആൾ. അതുകൊണ്ട് നമ്മൾ ഈ വോട്ടിൽ നിന്ന് മാറി നിൽക്കും. അത്രേ ഉള്ളൂ. വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. ഇല്ല, കാരണം രണ്ടുപേരും നമുക്ക് വേണ്ടപ്പെട്ട 2 വോട്ടിൻ്റെയും ചെയ്തിരുന്നു. 2 വോട്ടില്ലല്ലോ, അതുകൊണ്ട് തൽക്കാലം മാറി നിൽക്കും. സ്ഥാനാർത്ഥികളോടുള്ള സ്നേഹം കൊണ്ടാണ്, മറ്റൊരു വിയോജിപ്പും കൊണ്ടല്ല. അല്ലല്ല, സ്ഥാനാർത്ഥികളുടെ സ്നേഹം കൊണ്ട്. നിലമ്പൂരിൽ ഷൗക്കത്ത് ജയിക്കുള്ളൂ. ഷൗക്കത്ത് ഷൗക്കത്തിന് അനുകൂലമായ UDF അനുകൂല സാഹചര്യമാണ് മണ്ഡലത്തിൽ. അതെ അതെ അതെ, കഴിഞ്ഞ 10 വർഷമായിട്ട് പോരാ. അപ്പം ഷൗക്കത്തിനാണ് മുൻതൂക്കം. ഇപ്പോൾ സ്വരാജ് ഒരു ശക്തനായ എതിരാളിയല്ലേ ഷൗക്കത്തിന്? ആണെങ്കിലും ഷൗക്കത്ത് ജയിക്കുള്ളൂ. ഇപ്പോൾ ഷൗക്കത്തിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കുറച്ച് കാരണങ്ങൾ എന്തായിരിക്കും നിലമ്പൂരിലെ വോട്ടർമാർക്ക്? നമുക്ക് എന്ത് കാര്യങ്ങളും നേരിട്ട് ചെന്ന് പറയാനുള്ളൊരു വാതിലാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു MLA ആയി കിട്ടിയാൽ ഷൗക്കത്ത് ജയിക്കും. ഒരു ഭൂരിപക്ഷം പ്രവചിക്കാൻ പറ്റും എത്ര എത്തും എന്നുള്ളത്? എന്തായാലും ഒരു 10ന്റെ മുകളിൽ ഉണ്ടാവും. ഷൗക്കത്തിന് വിജയം എന്തായാലും ഉറപ്പിച്ചു കഴിഞ്ഞു. ഉറപ്പിക്കും.